പശ്ചിമേഷ്യയിൽ വീണ്ടും വൻ യുദ്ധഭീതി വിതച്ചുകൊണ്ട് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ പെട്ടെന്നുള്ള മിസൈൽ ആക്രമണ ശ്രമത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജൂൺ 17 പ്രാബല്യത്തിൽ വന്ന സമാധാന കരാർ ലംഘിച്ചുകൊണ്ട് ഇറാന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രത്യാക്രമണം എന്നോണമാണ് ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ വീണ്ടും ആക്രമണത്തിന് മുതിർന്നത്. അമേരിക്കൻ സേനയ്ക്ക് നേരെ ഇറാൻ ഒന്നിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചെങ്കിലും അവയെല്ലാം പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിജയകരമായി തടഞ്ഞതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. തെഹ്റാനിൽ നിന്ന് ഉയർന്ന ഈ കടുത്ത സൈനിക ഭീഷണിയെ കൃത്യമായ പ്രതിരോധത്തിലൂടെ തകർത്താണ് US സേന തങ്ങളുടെ സൈനിക താവളങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയത്. അതേസമയം അമേരിക്കൻ സൈന്യത്തിന്റെ കൈവശമുള്ള ആയുധ ശേഖരം തീർന്നു തുടങ്ങിയെന്ന പ്രചാരണങ്ങൾ തള്ളിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തിന്റെ പക്കൽ ആവശ്യത്തിലധികം ആയുധ ശേഖരമുണ്ടെന്ന് വ്യക്തമാക്കി. മേഖലയിൽ താൽക്കാലികമായി നിലനിൽക്കുന്ന ശാന്തത തകർത്തുകൊണ്ട് ഉയർന്ന ഈ പുതിയ സൈനിക പ്രകോപനം പശ്ചിമേഷ്യയിലെ സംഘർഷ അന്തരീക്ഷം വീണ്ടും അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇറാന്റെ മിസൈൽ പ്രകോപനങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കും മറുപടിയായി പശ്ചിമേഷ്യൻ മേഖലയിൽ US സൈന്യവും സൗദി അറേബ്യയും കൈകോർത്ത് നടത്തി കടുത്ത സംയുക്ത വ്യോമാക്രമണത്തിന്റെ വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷ അന്തരീക്ഷത്തെ വീണ്ടും കലുഷിതമാക്കിക്കൊണ്ട് ഇറാൻ അനുകൂല ഭീകര ശൃംഖലകളുടെ പ്രധാന താവളങ്ങളാണ് ഈ തിരിച്ചടിയിൽ തകർക്കപ്പെട്ടിരിക്കുന്നത്. കിഴക്കൻ ഇറാഖിൽ താവളമടിച്ചിരിക്കുന്ന നിരവധി ഇറാൻ അനുകൂല ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് US സൗദി അറേബ്യയും സംയുക്തമായി വ്യോമാക്രമണം നടത്തിയത്. കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ IRGC നടത്തിയ 30-ലധികം വ്യോമാക്രമണങ്ങൾക്കുള്ള കൃത്യമായ തിരിച്ചടിയാണിതെന്ന് US സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നു. അതോടൊപ്പം ഇറാഖിൽ നിന്നുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് സൗദി അറേബ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ നടത്താൻ ശ്രമിച്ച ആക്രമണങ്ങൾ വിജയകരമായി തടഞ്ഞതായി സൗദി അധികൃതരും സ്ഥിരീകരിച്ചു. മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുമ്പോഴും തങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ കർശനമായി തന്നെ പ്രതികരിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് സൗദി അറേബ്യ. പശ്ചിമേഷ്യയിലെ സൈനിക പോരാട്ടങ്ങളും ആക്രമണങ്ങളും ഒരു വശത്ത് കടുക്കുമ്പോഴും അണിയറയിൽ അതീവ നിർണായകരമായ ഉന്നതതല ചർച്ചകളും രാഷ്ട്രീയ നീക്കങ്ങളുമാണ് അരങ്ങേറുന്നത്. യുദ്ധത്തിന്റെ ഭാവിയും വരാനിരിക്കുന്ന അടുത്ത സൈനിക ഘട്ടങ്ങളും തീരുമാനിക്കുന്നതിൽ US ഇസ്രായേൽ സഖ്യത്തിന്റെ നീക്കങ്ങൾ ഏവരും ഉറ്റുനോക്കുകയാണ്. ഇറാനെതിരെ സംയുക്ത സൈനിക നീക്കം ആരംഭിച്ച ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ആദ്യമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അടച്ചിട്ട മുറിയിൽ ഏകദേശം 90 മിനിറ്റ് നീണ്ടുനിന്ന ഈ ചർച്ചയിൽ ഇറാനിലെ യുദ്ധത്തിന്റെ ഭാവിയെക്കുറിച്ചാണ് ഇരു നേതാക്കളും പ്രധാനമായും സംസാരിച്ചത്. ചർച്ചകൾ വളരെ മികച്ചതായിരുന്നുവെന്ന് നെതന്യാഹു വിശേഷിപ്പിച്ചെങ്കിലും കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ നേതാക്കൾ പരസ്യപ്പെടുത്തിയില്ല. അതേസമയം സമാധാന കരാർ ലംഘിക്കപ്പെട്ട പശ്ചാത്തലത്തിലും മധ്യസ്ഥർ വഴി തെഹ്റാനും വാഷിംഗ്ടണും തമ്മിൽ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖായി വ്യക്തമാക്കിയുണ്ടായി. മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ തങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നേരിടേണ്ടി വന്നാൽ കർശനമായി പ്രതികരിക്കുമെന്നും സൗദി അറേബ്യയും വ്യക്തമാക്കിയിട്ടുണ്ട്. മിസൈൽ ആക്രമണങ്ങളും വ്യോമാക്രമണങ്ങളുമായി പശ്ചിമേഷ്യ വീണ്ടും കടുത്ത യുദ്ധഭീതിയിൽ അമരുമ്പോൾ വരും മണിക്കൂറുകളിലെ സൈനിക നയതന്ത്ര നീക്കങ്ങളിലേക്ക് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ.